ഹലോ ചങ്ങായിമാരെ, അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളുണ്ടാക്കിയ ചെറിയൊരു ഗുഹ തുരങ്കം പോലെയുള്ള കാടിനുള്ളിൽ ഒരു ചെറിയൊരു തുരങ്കത്തിനുള്ളിലാണ് കേട്ടോ നമ്മളിന്ന് കപ്പയൊക്കെ വേവിച്ച് ഇവിടെ നിന്ന് ഒരു പാചകമൊക്കെ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. ഇങ്ങനൊരു കാട് ശരിക്കും പറഞ്ഞാൽ അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഓരോരുത്തരും വീടുകളാക്കിയേനെ കേട്ടോ നമ്മളന്ന്. പക്ഷേ നമുക്കന്ന് അങ്ങനെ ഏറുമാടം കെട്ടാനുള്ള സൗകര്യമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാട്ടിലൊന്നും കയറ്റത്തൊന്നുമില്ലായിരുന്നു. വഴക്ക് പറയും, പുഴുവൊക്കെ കടിക്കുമെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ വലുതായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ളവർ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ, നമ്മുടെ തോന്നിവാസമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിറകൊക്കെ കത്തി നമ്മൾ ലേശം ഒരു പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കത്തിച്ചു വിടാം. പ്ലാസ്റ്റിക് കവറി അല്ലെങ്കിൽ കത്തൂല കേട്ടോ. അപ്പോൾ ഈ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ ഇട്ട് നമ്മുടെ കപ്പ വേവിക്കാനുള്ള ആരംഭമാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം സന്തോഷങ്ങളിൽ ഞാൻ സ്വയം കണ്ടെത്തുകയാണ് കേട്ടോ ചെയ്യാറ്. വേറെ ഒന്നുമല്ല, നമ്മളെന്തിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഓരോന്നൊക്കെ ചിന്തിച്ച്. അതുകൊണ്ട് അങ്ങനെയുള്ള ഓരോരോ കൊച്ചു കൊച്ചു ടെൻഷനുകളിൽ ശരിക്കും പറഞ്ഞാൽ പെടാതെ ഇരിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടേക്ക് ഇത്രയും ഭാഗം ക്ലീനാക്കി ഞാൻ തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലത്തെ പോലെ തന്നെയാണ് ഞാനിപ്പോഴും എൻ്റെ സ്വഭാവം. ശരിക്കും പറഞ്ഞാൽ എത്ര വലുതായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി മുതുക്കിയായി കഴിഞ്ഞാലും ഈ ഒരു സ്വഭാവത്തിന് യാതൊരു പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് തോന്നുന്നു. നമ്മളിപ്പോഴും അന്നൊന്നും എല്ലാം ഒരുപോലെ തന്നെ. പിന്നെ എന്താണെന്ന് പറയുക, നമ്മൾ എന്താ പറയുക, സ്വന്തമായിട്ട് ടെൻഷനൊന്നും അടിച്ചിരിക്കാതെ സ്വയം നമ്മൾ സന്തോഷം കണ്ടെത്തുക. അതിന് കുറച്ചിങ്ങനെ പരിപാടി, ഇങ്ങനത്തെ കുരുത്തക്കേട് പരിപാടികൾ ചെയ്തെന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ സന്തോഷങ്ങളൊക്കെ ശരിക്കും ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തണതാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലൊരു പ്രത്യേക ഫീലിംഗാണ്. കാറ്റിങ്ങനെ ഇറങ്ങി വന്ന് പോവുകയും പിന്നെ എന്താ പറയുക, കാടൊക്കെ ഇളക്കി മറിച്ചുള്ള ഒരു കാറ്റും നല്ലൊരു ചെറിയ കൂളിങ്ങും അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, തീയിട്ടൊരു കപ്പയൊക്കെ വയ്ക്കുക, എന്താ ചുട്ട് തിന്നുക, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് വേറൊന്നും മീൻ പിടി തൊട്ട് താഴെ കുളവും പിന്നെ എന്താ വലിയ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ വെള്ളം വറ്റി കിടക്കുകയാണ് കേട്ടോ. കുളത്തിനകത്ത് വെള്ളമൊക്കെ ഉണ്ട്. അത് നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്നറിയാം, ഇവിടെ നിന്ന് നോക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ പേടി. ഞാൻ കപ്പയും ഇട്ടെറിഞ്ഞ് എല്ലാം ഇട്ടെറിഞ്ഞ് ഒറ്റ വിടൽ വെച്ച് കൊടുക്കും കേട്ടോ. കാരണം മേളിലില്ലേ അവിടെ ഇങ്ങനെ നമ്മുടെ ഒരു കുട പോലെ ഇങ്ങനെ വിരിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ ഈ മതിലെന്ന് പറയുമ്പോൾ പാറക്കെട്ട് പോലെയൊക്കെ തോന്നും. പാറക്കെട്ടല്ല, മണ്ണിടിച്ച് വെച്ച സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ മണ്ടേ കൂടെയാണെങ്കിൽ ഉടുമ്പും ഇങ്ങനെ ഇഴയണ ഉടുമ്പുണ്ട് കേട്ടോ, വലിയ ഉടുമ്പ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ വലിയൊരു ഉടുമ്പിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് നമ്മൾ നമ്മുടെ കോഴിക്കുഞ്ഞിനെ ചെതിലെടുക്കാൻ പോയതാണ്, അന്നേരം കണ്ടതാണ്. അപ്പോൾ ആ ഉടുമ്പിൻ്റെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഉടുമ്പ് നമ്മളെ വാല് ചുരുട്ടി അടിക്കും കേട്ടോ. അങ്ങനത്തെ സ്വഭാവം വലിയ ഉടുമ്പൊക്കെയാണ് ചെയ്യുന്നത്. വാലിങ്ങനെ പൊക്കുമ്പോൾ അറിയാം നമ്മളെന്തെങ്കിലും തല്ലാനൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അന്ന് ഓടിയതാണ് കേട്ടോ. അതുപോലെയാണെന്നാണ് വിചാരിച്ചത് ഞാനിത്. ഇങ്ങോട്ട് വന്ന് ഒരു രക്ഷയുണ്ട്, ദൈവമേ കപ്പയും പോവും, ഞാനും പോണ വഴി കാണില്ല. ഓടുന്ന വഴിക്ക് പുല്ല് പോലും മുളയ്ക്കുന്നില്ലാത്ത രീതിയിൽ ഒരു ഓട്ടമായിരിക്കും. നമ്മുടെ ഇവിടുന്ന് മേളിൽ നിന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങി ഓടണമെങ്കിൽ കുറേ അങ്ങ് പോകണം കേട്ടോ. അങ്ങോട്ട് കുറേ അങ്ങോട്ട് ഇഴഞ്ഞ് പോകണം. അന്നേരത്തേക്ക് ഉടുമ്പാണെങ്കിലും പാമ്പാണെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യോ, അതൊന്ന് പേടി. പിന്നെ വേറെ കാര്യമുണ്ട്, പാമ്പൊന്നും അങ്ങനെ നമ്മൾ ഉപദ്രവിക്കില്ല എന്ന് തോന്നുന്നു. ഈ ഉടുമ്പ് ഉപദ്രവിക്കും കേട്ടോ. പാമ്പ് അതിൻ്റെ വഴിക്ക് ഇഴഞ്ഞ് പൊയ്ക്കോളും. എന്നാലും ലേശം ഒരു പേടിയില്ലേ നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ തനിച്ചൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ അതാണ് കേട്ടോ. എന്തായാലും ഞാൻ കപ്പയൊക്കെ വെന്തെന്ന് വെച്ചു, ഒരു കഷ്ണമൊക്കെ എടുത്ത് തിന്ന് നോക്കി, കുഴപ്പമില്ല. എനിക്ക് എന്തോന്നറിയാം ഇവിടെ ഇരുന്ന് തിന്നാൻ പേടി കേട്ടോ. ഞാൻ പാത്രമൊക്കെ എടുത്തിട്ട് ഞാൻ താഴെ ഇറങ്ങി വീട്ടിലേക്ക് കുറേ പോയി കേട്ടോ. എനിക്ക് പേടിയാണ്. ഞെങ്ങാനും തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പ ചോദിച്ച് വിടുമ്പോൾ പാമ്പെങ്ങാനും വന്നെങ്കിൽ വേറൊന്നും വരാണ്ട്. പിന്നെ ഇരുട്ടുമുക്കറിയുടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ, ചീവീടിൻ്റെ സൗണ്ട് അങ്ങനെയുണ്ട്. പിന്നെ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നല്ലൊരു കൂളിങ്ങാണ്. അപ്പോൾ ചെങ്ങായിമാരെ, നമ്മുടെ കൊച്ചു ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുക എന്ന് വെച്ചാൽ പ്രത്യേക വൈബാണ് കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കാടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെ സ്വന്തമാണെങ്കിലും തനിച്ചാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക, രസം. നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്കൊക്കെ ഉള്ളൊരു യാത്ര ആകുമല്ലോ. അപ്പോൾ ചങ്ങായിമാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കേട്ടോ, അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാവേ. അതുവരെ എല്ലാ ചങ്ങായിമാർക്കും ബൈ.